അങ്ങനെ 5 വർഷം നീണ്ട റിസർച്ച് ലൈഫ് ഏകദേശം അവസാനിക്കാറായി. ഈ ഒരു മൽപ്പിടുത്തത്തിനിടക്ക് വീക്കെൻഡ്സ് ആകുമ്പോഴത്തേക്കും ഏകദേശം പ്രഷർ കുക്കറിൽ പെട്ടൊരവസ്ഥയിലാണ് ഞാൻ എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സിൽ കിട്ടുന്ന ഗ്യാപ്പ് നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അത്യാവശ്യം മൈൻഡും ബ്രെയിനും ഒക്കെ ഒന്ന് റിഫ്രഷ് ആക്കി ഒന്ന് കാമായിട്ടിരിക്കുക. എന്നാൽ മാത്രമാണ് മൺഡേ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഒത്തിരി ട്രാവൽ ചെയ്യാനും ഒത്തിരി സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല. എന്നിട്ട് വേണം ഇനി ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് അടുത്ത ട്രിപ്പ് പോകാനായിട്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചെറിയ ഷോർട്ടിൽ പറയുന്നത്. പിക്കാസോ പെയിന്റിംഗ് പോലെ ഇരിക്കുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. കാര്യമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മൂന്നാർ റൂട്ട് പിടിച്ചു. വണ്ടി കൊണ്ട് എവിടെ വരെ ഓടിയെത്തുന്നോ അവിടെ എത്തിയിട്ട് റൂം എടുക്കാന്നുള്ളതായിരുന്നു പ്ലാൻ. പക്ഷെ എല്ലാവരും പെട്ടെന്ന് തന്നെ ടയേർഡ് ആയതുകൊണ്ട് അടിമാലി ഇരുമ്പുപാലം എത്തിയപ്പോഴേക്കും നമ്മൾ സൈഡായി. അങ്ങനെ ഞങ്ങൾ അടിമാലി ചില്ലിത്തോടുള്ള ബേർഡേഴ്സ് ഡെൻ ക്യാമ്പിലാണ് ഒരു കുട്ടി റൂമായിട്ട് എടുത്തത്. ഞങ്ങൾ 4 പേരുള്ളത് കൊണ്ട് 4 ആൾക്കും കൂടെ കിടക്കാനായിട്ട് ഒറ്റൊരു ടെന്റാണ് എടുത്തത്. ആളുകളുടെ എണ്ണം അനുസരിച്ചും സീസൺ അനുസരിച്ചും അഫോർഡബിൾ റേറ്റില് നമുക്കിവിടെ ഹട്ടും ടെന്റും റൂംസും ഒക്കെ അവൈലബിൾ ആണ്. ഇനി രാത്രി ആയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ്, വളരെ ശാന്തമായിട്ടുള്ള സ്ഥലവും. അതുകൊണ്ട് തന്നെ ഉറക്കത്തിന്റെ കാര്യമൊക്കെ അടിപൊളിയാണ്. രാത്രി വന്ന് കയറിയോണ്ട് കംപ്ലീറ്റ് ഇരുട്ടായിരുന്നു. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇവിടുത്തെ ലുക്ക് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. അടിപൊളി ആംബിയൻസ് ആണ്. ഏത് കോർണറിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ. അങ്ങനെ തലേന്ന് രാത്രി വന്ന് സ്റ്റേ എടുത്ത് പിറ്റേ ദിവസം രാവിലെ നല്ലൊരു ഉറക്കമൊക്കെ പാസ്സായി അത്യാവശ്യം റിഫ്രഷ്മെന്റ് ഒക്കെ ആയി ഞങ്ങൾ പതിയെ താഴേക്ക് ഇറങ്ങി. ഫ്രൈഡേ ഈവനിങ് ആണ് നമ്മൾ എത്തിയത്. സാറ്റർഡേ ആയതുകൊണ്ട് ഇനിയുള്ള 2 ദിവസം ഇവിടെ എന്തായാലും തിരക്കായിരിക്കും. ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്തെടുത്ത് നിന്ന് കുറച്ചുകൂടി മുകളിലേക്ക് പോയപ്പോൾ ഇവർ ഫസ്റ്റ് ക്യാമ്പ് തുടങ്ങിയ ഒരു പ്ലേസ് കൂടി നമ്മൾ കണ്ടായിരുന്നു. അവിടെയും ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ്. അതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു തരത്തിലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രത്തോളം ഭംഗിയുള്ളതാണ്. അങ്ങനെ അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ താഴേക്ക് നമ്മുടെ നാട്ടിലേക്ക് പോരാനായിട്ട് വെച്ചുപിടിച്ചു. ഈ ഒരു വീഡിയോയിലുള്ള വെയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഒരു 11 മണിയോടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ചൂടുണ്ട്. അങ്ങനെ ഞങ്ങൾ മലമുകളിൽ നിന്ന് താഴെ വന്നതും ദേ ഒരു വെള്ളച്ചാട്ടം. നേരെ പോയൊക്കെ കൂടെ വെള്ളത്തിൽ കിടന്ന് കുറച്ചധികം നേരം അവിടെ എൻജോയ് ചെയ്തപ്പോഴേക്കും തലയിലുള്ള തീസിസും വർക്കും ഒക്കെ ഒഴുകി. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് മൺഡേ എല്ലാവർക്കും 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാം.